ഇന്നത്തെ ടോപ്പിക് കാർ ഡ്രൈവിങ്ങും ബാക്ക് പെയിനെ പറ്റിയാണ്. എനിക്കിതൊരു കോമൺ ആയിട്ട് കംപ്ലയിൻറ്റ് കിട്ടുന്നൊരു വിഷയമാണത്, എസ്പെഷ്യലി ലോങ് ഡിസ്റ്റൻസ് പോകുന്ന ആൾക്കാർക്ക്. ഫോർ എക്സാമ്പിൾ, തൃശ്ശൂരിൽ നിന്ന് മൂന്നാറിലേക്ക് പോവുക, അല്ലെങ്കിൽ ഹില്ലി ഏരിയയിൽ കുറേ നേരം 4-wheel ഡ്രൈവ് ഓടിക്കുക. സോ നമുക്ക് ഇതിനെ പറ്റിയൊന്ന് സംസാരിക്കാം. ഞാൻ മെയിൻലി 2 ഹെഡിങ്സ് ആയിട്ട് സംസാരിക്കാൻ പോകണം. ഫസ്റ്റ് പാർട്ട് ഇതിൻ്റെ കോസസ്, സെക്കൻഡ് പാർട്ട് നമുക്ക് എങ്ങനെ ഇത് പ്രിവെൻറ്റ് ചെയ്യാം. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മുടെ സ്പൈൻ മുമ്പിലേക്കും ബാക്കിലേക്ക് പോകാനുണ്ടാക്കിയിട്ടുള്ളത് ഒരു സിംഗിൾ യൂണിറ്റ്. നമുക്ക് 33 എല്ലുകളുണ്ട്, പക്ഷെ അതൊരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് ഫങ്ഷൻ ചെയ്യാം. നമുക്കിങ്ങനെ ഒരു അപ്പ് ഡൗൺ ആക്ഷൻ ഇല്ല. സോ നമ്മൾ ഈ റഫ് റോഡ്സ്, അതായത് കുഴിയുള്ള റോഡിൽ പോകുമ്പോൾ ഭയങ്കരമായിട്ട് ചാട്ടം വരും. അതാണ് മെയിൻ കോസ്. സോ അത് നമുക്ക് സസ്പെൻഷനും വണ്ടിയുടെ ടയർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്കൊരു പരിധി വരെ അത് ഒഴിവാക്കാം. സെക്കൻഡ് പോയിന്റ്, നമ്മൾ ഇരിക്കുന്ന രീതി, ഡ്രൈവിംഗ് ഡൈനാമിക്സ് ഉണ്ട്. നമ്മൾ ഇരിക്കുന്ന രീതി ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. നമുക്ക് മുകളിൽ നിന്ന് തുടങ്ങാം. നമ്മളുടെ ഹെഡും നെക്കും ഒരു ലൈനിലാവണം. അതായത് ഇങ്ങനെ മുമ്പിലേക്ക് നമ്മൾ സ്ലൗട്ട് ചെയ്യാൻ പാടില്ല. സൈഡിൽ നോക്കുമ്പോൾ നമ്മളുടെ ചെവിയും ഷോൾഡർ ഒരു ലൈനിലാവണം. സോ വണ്ടി ഇങ്ങനെ ഓടിക്കണ്ട, ഇങ്ങനെയല്ല. കണ്ടോ, ഇപ്പോൾ എൻ്റെ ചെവി മുമ്പിലേക്ക് പോയിരിക്കുക. സോ സീറ്റ് അതനുസരിച്ച് നമ്മൾ റെഡിയാക്കണം. താഴേക്ക് പോകുമ്പോൾ നമുക്ക് ലംബാർ സപ്പോർട്ട് വേണം. നമ്മുടെ ബാക്ക് സൈഡിൽ ചെറിയൊരു വളവുണ്ട് മുമ്പിലേക്ക്. സോ ഒരു ചെറിയ പില്ലോ വയ്ക്കുക, അല്ലെങ്കിൽ ലംബാർ സപ്പോർട്ടുള്ള സീറ്റ്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. മിക്ക ജർമ്മൻ കാർസിൽ ഇതുണ്ട്, ലംബാർ സപ്പോർട്ട് ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ. തേർഡ് പോയിന്റ്, നമ്മൾ ഇരിക്കുമ്പോൾ നമ്മളുടെ ഹിപ്പ് ജോയിൻറ്റും നീ ജോയിൻറ്റും സെയിം ലൈനിലാവണം. അതായത് നമ്മുടെ സീറ്റ് അധികം പൊന്താൻ പാടില്ല. നമ്മുടെ സീറ്റ് അധികം പൊന്തിയാൽ എന്താ പറ്റുക, നമ്മുടെ നീ ജോയിൻറ്റ് ഹിപ്പിന് താഴെയാവും. അത് നല്ലതല്ല. സെയിം ലൈനിലാവണം. പിന്നെ നമ്മളുടെ പാദം ഫുള്ളായിട്ട്, നമ്മൾ നീ ജോയിൻറ്റ് ഫുള്ളായിട്ട് സ്ട്രേറ്റ് ആവാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സ്റ്റിയറിംഗ് പിടിക്കുമ്പോൾ നമ്മളുടെ ഷോൾഡറും ചെവിയും ബോഡിയുടെ ഒരു ലൈനിലാവണം. സെയിം വേ നമ്മളുടെ കാല് അധികം സ്ട്രേറ്റ് ആവാൻ പാടില്ല. ബിക്കോസ് അധികം സ്ട്രേറ്റ് ആയാൽ മസിൽസ് ഇങ്ങനെ ടൈറ്റ് ആവാൻ തുടങ്ങും. പിന്നെ നമ്മുടെ സീറ്റ് ഏകദേശം ഒരു 100 അല്ലെങ്കിൽ 110 ഡിഗ്രി ഇങ്ങനെ ബാക്കിലേക്ക് നമ്മൾ ചെരിച്ച് വെക്കണം. സോ ഈ 5-6 പോയിൻറ്റ്സ് നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ബാക്ക് പെയിൻ, എസ്പെഷ്യലി ഡ്യൂറിങ് ലോങ് ഡിസ്റ്റൻസ് ഡ്രൈവിംഗ്, കുറഞ്ഞു കിട്ടും. നമ്മൾ എങ്ങനെ ഇത് പ്രിവെൻറ്റ് ചെയ്യാം? വെരി സിമ്പിൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോയിൻറ്റ്സ് പ്രാക്ടിക്കലായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മതി. അതായത് നമ്മുടെ ചെവിയും ഷോൾഡറും ബോഡിയുടെ സൈഡും ഒരു ലൈനിലാവണം. സെക്കൻഡ്, 100 അല്ലെങ്കിൽ 110 ഡിഗ്രി നമ്മൾ ബാക്കിലേക്ക് ചാരി ഇരിക്കണം. നമ്മളെ ലംബാർ സൈഡ്, ഈ ലോവർ ബാക്കിൻ്റെ അവിടെ ഒരു സപ്പോർട്ട് വേണം. നമ്മുടെ ഹിപ്പും നീയും ഒരു ലൈനിലാവണം. നമ്മുടെ നീ ജോയിൻറ്റ് അധികം സ്ട്രേറ്റ് ആവാനും പാടില്ല നമ്മൾ ആക്സിലറേറ്റർ അല്ലെങ്കിൽ ബ്രേക്ക് ചവിട്ടുമ്പോൾ. പിന്നെ ഓഫ് കോഴ്സ് വണ്ടിയുടെ സസ്പെൻഷനും ടയറുടെ പ്രഷറും ഓപ്റ്റിമൽ ആവണം. താങ്ക് യു.